ആദ്യം നമ്മൾ TV പ്രസാദിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ് എന്ന് TV പ്രസാദ് നമ്മളോട് പറയും. തിരുവനന്തപുരത്താണ് TV പ്രസാദ് ഉള്ളത്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് കാലാവസ്ഥ? പൊതുവെ വേനൽ മഴയൊക്കെ കേരളത്തിൽ ഇത്തവണ കൂടുതലായിരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്നലെ വല്ല മഴയുടെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഒരല്പം മഴ ഇവിടെ നഗരത്തിൽ പെയ്തിട്ടുണ്ടായിരുന്നു. തമ്പാനൂരിൽ വെള്ളം പൊങ്ങാൻ മാത്രം പെയ്തില്ലെങ്കിലും കുറച്ച് പെയ്തു. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ റൂറൽ മേഖലയിൽ പല ദിവസങ്ങളിലും നല്ല ശക്തമായ മഴ ഉള്ളതായിട്ടാണ് അവിടെ നിന്ന് വിവരം. നമ്മൾ അമ്പൂരി പോലെയുള്ള മേഖലകളിലൊക്കെ ശക്തമായ മഴയാണെന്നാണ് പറയുന്നത്. എന്തായാലും നഗരത്തെ ഒന്ന് കുളിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അലി അക്ബർ ഉണ്ട് കൊച്ചിയിൽ. അലി, ഗുഡ് മോർണിംഗ്. എന്താണ് കൊച്ചിയിലെ അവസ്ഥ? ഇന്നലെ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് മഴ കിട്ടിയില്ല. തിരുവനന്തപുരത്തൊക്കെ മഴ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നല്ല ചൂടായിരുന്നു അല്ലേ അലി? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമ്മളും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ മഴ കിട്ടിയില്ല. നല്ല അൽഫാം പരുവത്തിലാണ് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത്. അത്രയും ചൂടാണ് സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ. ഇന്നലെ രാത്രിയും ഒരു മാറ്റവും ഇല്ല, ഗംഭീര ചൂടാണ്. അതെ, കോഴിക്കോട് എന്താ അവസ്ഥ? ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമുക്ക് 2 ദിവസത്തേക്ക് മഴ വേണ്ട, കാരണം പെരുന്നാളൊക്കെയാണ് വരുന്നത്. നാളെ മാസം കാണാനുള്ളതാണ്. അതുകൊണ്ട് മഴയും മഴക്കാറും ഒന്നും ഇല്ലാത്ത 2-3 ദിവസങ്ങൾ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് ഇതിന് ചൂടായാലും കുഴപ്പമില്ല. എന്തായാലും പെരുന്നാൾ, നോമ്പ് തുറകളൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങളാണ്. ആഘോഷത്തിന്റെ രാവുകളും ആഘോഷത്തിന്റെ പകലുമാണ് നോമ്പ്. അതെ, ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. അപ്പം നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം. TV പ്രസാദ്, കേരള സർവകലാശാലയിൽ എന്തോ കുഴപ്പം പറ്റിയെന്ന് കേട്ടു. ഈ പരീക്ഷ MBA പരീക്ഷാ പേപ്പർ കാണാനില്ലേ? അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ. എന്താ സംഭവം? ഈ സാർ എവിടെ കൊണ്ട് കളഞ്ഞു? അരുൺ, ഗുരുതരമായ വീഴ്ചയാണ്. അതായത് കേരള സർവകലാശാലയിൽ കഴിഞ്ഞ മെയ് മാസം 3ാം സെമിസ്റ്റർ പരീക്ഷ എഴുതിയ 71 വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം എന്ന അറിയിപ്പാണ് ഇന്നലെ വിദ്യാർത്ഥികളെ ഞെട്ടിച്ചത്. അതിന് കാരണം ഒരധ്യാപകനാണ്. ആ അധ്യാപകൻ പരീക്ഷാ പേപ്പർ, ഉത്തരപേപ്പർ കൊണ്ടുപോയി അത് വഴിയിലെവിടെയോ കളഞ്ഞു എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. വളരെ ലാഘവത്തോടെയാണ് അവരതിനെ കാണുന്നത്. പിന്നീട് അത് സിൻഡിക്കേറ്റിൽ വെച്ചു. ഏറ്റവും ഒടുവിലെത്തിയ തീരുമാനം, വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതണം. അതായത് അവർ 3ാം സെമിസ്റ്റർ പരീക്ഷയാണ് ഇപ്പോൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അവർ 3 സെമിസ്റ്റർ പരീക്ഷ നേരത്തെ എഴുതിയതാണ്, 4ഉം എഴുതിയതാണ്. അതിൽ വലിയൊരു വിഭാഗം കുട്ടികളും ജോലിക്ക് വേണ്ടി വിദേശത്തേക്കും മറ്റ് സംസ്ഥാനത്തേക്കും ഉൾപ്പെടെ പോയവരാണ്. അവരോടാണ് 7 ദിവസത്തിനകം, അതായത് ഈ വരുന്ന ഏപ്രിൽ മാസം 7ാം തീയതി പരീക്ഷ എഴുതാനുള്ള നിർദ്ദേശം ഇന്നലെ ഇമെയിലായി അവർക്ക് കിട്ടുന്നത്. ഗുരുതരമായ വീഴ്ചയാണ്. MBA സ്റ്റുഡൻസ് ആണ്. അവരുടെ പ്രൊജക്റ്റ് ഫിനാൻസ് എന്ന പേപ്പറിനാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. 71 കുട്ടികൾക്ക് നിലവിൽ ഇമെയിൽ വന്നു എന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഇന്നലെ നമ്മൾ സർവകലാശാല അധികൃതരോട് സംസാരിച്ചു. അധ്യാപകനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി സർവകലാശാല തരുന്നില്ല. പക്ഷേ ഇത് ഗൗരവത്തോടെ എടുത്തു. പക്ഷേ ആ സർവകലാശാല പറയുന്നത് കുട്ടികൾക്ക് ഫീസൊന്നുമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിയുന്നുണ്ടല്ലോ എന്ന മറുപടിയാണ് സർവകലാശാലയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതായത് ഒരു പരീക്ഷ കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം വീണ്ടും പരീക്ഷ എഴുതുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഇതാദ്യമായിരിക്കാം. ഒരു വിദ്യാർത്ഥി TV പ്രസാദ്, അറിയാലോ, കേരള സർവകലാശാലയിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ആ പരീക്ഷാ കൺട്രോൾ നടത്തുന്നത്. പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് പലതരം പരാതികളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് സംഭവിച്ചത് ഈ കെട്ടോടുകൂടി കൊണ്ടുപോയിട്ടുണ്ടാവും. ഈ മാഷ് എവിടെ വെച്ച് മറന്നു എന്നുള്ളതാണ്. മാഷിന് എത്ര ഓർമ്മിച്ചിട്ടും ഇത് പിടികിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ആ അധ്യാപകനെ കുറിച്ച് വിവരം അറിയാം, പക്ഷേ അതിപ്പോൾ നമ്മൾ പേര് പുറത്തുവിടേണ്ട കാര്യമില്ല. പക്ഷേ എന്തായാലും ആ അധ്യാപകനെതിരെ നടപടി വന്നേക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ. കാരണം ഇത്രയും വിദ്യാർത്ഥികളുടെ, അരുൺ, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല. അതായത് ഈ പരീക്ഷ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതോടുകൂടി ഉണ്ടായത് 3ഉം 4ഉം സെമിസ്റ്റർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇതുവരെ വന്നില്ല. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പുറത്തു നിൽക്കുന്നത്. അവരൊന്നും ജോലിക്ക് പോകാൻ പറ്റാതെ ഇനിയിപ്പോൾ അവരുടെ തൊട്ട് ജൂനിയർ വിദ്യാർത്ഥികളുടെ കൂടെ കോഴ്സ് ഔട്ട് ആവുന്ന നിലയിലേക്കായിരിക്കും ഇനി അവരും വരിക. അതായത് ഈ 3ഉം 4ഉം വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടാണ് റിസൾട്ട് വരാത്തത് എന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് പൊടുന്നനെ ഇടുത്തി പോലെ ഇന്നലെ രാവിലെ 11:06 കേരള സർവകലാശാലയിൽ നിന്നൊരു മെയിൽ 71 വിദ്യാർത്ഥികളുടെ മെയിലിലേക്ക് വരുന്നത് എന്നതാണ്. അരുൺ, എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ്. ഈ പറയുന്നത് പോലെ പരീക്ഷാ ഫീസ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ എന്ന് പറയുന്ന ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കും കേരള സർവകലാശാലയിൽ. ഗുരുതരമായ കാര്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ പരീക്ഷാ പേപ്പർ നോക്കാൻ പോകുന്ന സമയത്ത് ആകെ ടെൻഷൻ എണ്ണി നോക്കുമ്പോൾ 25 പേപ്പറും ആ കെട്ടിലുണ്ടോ എന്നുള്ളതാണ്. പരീക്ഷ നോക്കി കഴിഞ്ഞിട്ട് പലപ്പോഴും ഇടയ്ക്ക് കുടുംബവിശേഷങ്ങളൊക്കെ നാട്ടുകാർ അധ്യാപകരൊക്കെ ഇരുന്ന് പറയുമല്ലോ വാല്യുവേഷൻ ഇടയ്ക്ക്. അതിനിടയ്ക്ക്
അപ്പോഴത്തേക്ക് ചോദ്യപേപ്പർ ഉത്തരക്കടലാസ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതിന് ടെൻഷൻ ഉണ്ടാവും. കാറ്റിൽ പറന്ന് പോയാൽ പോലും ടെൻഷനാണല്ലോ. എന്തായാലും അത് അധ്യാപകന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ വിദ്യാർത്ഥികളുടെ ടെൻഷനാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സഹിക്കാൻ പറ്റാത്തത്. ഇനി അവർ വീണ്ടും ആ പരീക്ഷ എഴുതണം. നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ ആ റിസൾട്ട് വരാൻ വൈകുകയും ചെയ്യും.